ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ LDF സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡുകളാണ് ആരോപണ വിധേയമായതെങ്കിൽ ഇപ്പോൾ നിർണായക ട്വിസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് UDF കാലത്തെ ദേവസ്വം ബോർഡിന് കുരുക്ക് മുറുകുന്നതാണ് സാഹചര്യം. വാജിവാഹനം ഉൾപ്പെടെയുള്ളവ ദേവസ്വം ബോർഡ് സ്വത്തെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഇന്ന് പുറത്തുവന്നു. ഇതോടുകൂടി ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കുൾപ്പെടെ അന്വേഷണം നീളാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തന്ത്രിക്ക് കുരുക്ക് മുറുകുകയുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്കും UDF ഭരണസമിതിക്കും കുരുക്കാകുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. വാജിവാഹനം ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നും ദേവസ്വം ബോർഡ് സ്വത്തെന്നും വ്യക്തമാക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. നിർണായക ഉത്തരവിന്റെ പകർപ്പാണ് ന്യൂസ് 8-ന് ലഭിച്ചിരിക്കുന്നത്. 2012 ബോർഡ് കമ്മീഷണർ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പുതിയ സാധനങ്ങൾ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതു സ്വത്തായി സൂക്ഷിക്കണമെന്നാണ് ബോർഡിന്റെ തീരുമാനം. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. 2017 ഈ വാജിവാഹനം തന്ത്രിക്ക് നൽകിയത്. 2012 ഉത്തരവ് നിലവിലിരിക്കെ 2017 വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. നിയമവിരുദ്ധമായാണ് വാജിവാഹനം തന്ത്രി കൈക്കലാക്കിയത്. കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെയാണ് വാജിവാഹനം കൈമാറിയത്. എന്താണ് ആ ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന അജയ് തറയിലിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നതാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വാജിവാഹനം കൈമാറിയതിനെ ന്യായീകരിക്കുകയാണ് അജയ് തറയിൽ. ഉത്തരവാദിത്തം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനിൽ ചാരിയുമാണ് അജയ് തറയിൽ ഈ വിഷയത്തിൽ സംസാരിച്ചതെന്ന് നമുക്ക് കാണാം. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് വിപുലമായ ചർച്ച നടക്കുമ്പോൾ എന്തിനാണ് ഈ ഇതിലേക്ക് ചർച്ച നടത്തുന്നത്? ഇതിന്റെ പ്രസക്തി എന്ത് എന്ന് അജയ് തറയിൽ ചോദിക്കുന്നു. വാജിവാഹനം തിരിച്ചു തരാൻ തയ്യാറാണെന്ന് തന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. വാജിവാഹനം തന്ത്രിക്ക് നൽകിയതായി മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിംബങ്ങളുടെ അവകാശി തന്ത്രിയാണ്. അത് തന്ത്രിക്ക് നൽകണമെന്നായിരുന്നു ആചാരം. ആചാരത്തിന് മാറ്റം വരുത്തിയത് തങ്ങൾ അറിഞ്ഞിട്ടില്ല. അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് സൂചിപ്പിച്ചത് പ്രസിഡന്റാണ് എന്നാണ് അജയ് തറയിൽ പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നത് അത് തന്ത്രിക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് കസ്റ്റം. അത് തന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഈ ഓർഡറിൽ പറയുന്നില്ലേ, ഇതിനു മുമ്പ് എങ്ങനെയാണ് ആയിരുന്നെങ്കിലും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഈ കസ്റ്റം നിലവിലുണ്ടായിരുന്നല്ലോ. ആ നിലവിലുള്ള കസ്റ്റത്തിന് ഒരു ഡീവിയേഷൻ വരുത്തിയതിനെ കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ, അത് ഇപ്പോൾ ഈ ഓർഡർ കിട്ടി. ഇപ്പോഴാണ് ഞാൻ ഓർഡർ കണ്ടത്. വേറെ ആരും ഞങ്ങൾ ഈ ഓർഡർ കാണിച്ചിട്ടില്ല. ആ ഡീവിയേഷൻ നടത്തിയതില്ലാത്തുള്ള ഒരു വ്യക്തതയില്ലായ്മ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തായിരുന്നത്. ആ സാധനം ദേവസ്വം ബോർഡ് കൊടുക്കാമെന്ന് 3 മാസം മുമ്പ് രാജീവ് കണ്ഠര് പറഞ്ഞതാണ്. 3 മാസം മുമ്പ് അത് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ദേവസ്വം ബോർഡ് വാങ്ങിയില്ല. ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാവുന്നതാണോ അജയ് തറയിൽ ഈ പറയുന്ന കാര്യങ്ങൾ? 2012 ഈ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. 2012 ഈ കൈമാറ്റം നടക്കുന്നത് 2017 2012 ബോർഡ് കമ്മീഷണറാണ് ഉത്തരവിറക്കിയത്. ഇത് ഉത്തരവായി ഇറക്കുക മാത്രമല്ല, ഇതിന്റെ സർക്കുലർ എല്ലാ ഓഫീസുകളിലേക്കും എത്തിച്ചിട്ടുമുണ്ട്. ഇത് ശബരിമലയിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന കാര്യവുമാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ മാറ്റിവെക്കുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാനാവില്ലെന്നും പൊതുസ്വത്തായി കാണണമെന്നുമാണ് ഈ ഉത്തരവിലുള്ളത്. പൂജയുടെ ഭാഗമായി ഏതെങ്കിലും സാധനങ്ങൾ മാറ്റേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത് ദേവസ്വത്തിന്റെ സ്വത്ത് തന്നെയാണ് എന്നും അത് ആർക്കും കൊണ്ടുപോകാൻ അവകാശമില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഉത്തരവ് പ്രകാരം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് എന്നതൊന്നും ന്യായീകരണമായി ഇതിനു മുന്നിലേക്ക് വരില്ല എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല എന്നത് വളരെ വ്യക്തമാണ്. അതായത് അത്രയും വ്യക്തമായി കാര്യങ്ങൾ ഈ 2012 ഉത്തരവിൽ പറയുന്നുണ്ട്. അത് എല്ലാ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കും ബാധകമാണ് താനും. വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് രേഖകളില്ലാതെയെന്ന് അക്കാലത്ത് ദേവസ്വം ബോർഡിലെ മറ്റൊരംഗമായിരുന്ന കെ രാഘവൻ കൂടി പ്രതികരിച്ചു. ഇന്ന് വാജിവാഹനം നൽകിയതിൽ വ്യവസ്ഥയോ ലിഖിതമായ രേഖകളോ ഇല്ല.
വാജിവാഹനം തന്ത്രിക്കുള്ളതാണെങ്കിൽ രേഖകളില്ലാതെ കൈമാറാൻ പാടില്ലായിരുന്നു. വാജിവാഹനം അങ്ങനെ കൈമാറാൻ പാടില്ലാത്തതാണ്. ദേവസ്വം ബോർഡാണ് വാജിവാഹനം സൂക്ഷിക്കേണ്ടതെന്നും കെ രാഘവൻ വ്യക്തമാക്കി. കൈമാറുമ്പോൾ താൻ ഉണ്ടായിരുന്നോ എന്ന കാര്യം ഓർമ്മയില്ല എന്നതാണ് രാഘവൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ താൻ ഉണ്ടായിരുന്നില്ല. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ് ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. താൻ വന്ന ശേഷം ഇത്തരം കാര്യങ്ങളൊന്നും ബോർഡിൽ നടന്നിട്ടില്ല എന്നുമാണ് രാഘവൻ പറഞ്ഞൊഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പക്ഷേ അതൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ അജയ് തറയിലൊപ്പം തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഇവർ രണ്ടുപേരും ആരോപണ മുനയിലേക്ക് വരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. UDF ഭരണസമിതിയിലേക്ക് ആരോപണ മുന നീളുമ്പോൾ എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളത് എന്നത് കൂടി നമുക്ക് കേൾക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാജിവാഹനം അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും ദേവസ്വം ബോർഡ് തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നുമാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ പേര് CPIM വെറുതെ വലിച്ചിഴയ്ക്കുന്നു. കേസിൽ CPM അനുഭാവികൾ അടക്കം ജയിലിലാണെന്നത് ഓർക്കണം. പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ആളുകൾ ഇനിയും പുറത്തുണ്ട്. അവരെയും സർക്കാർ സംരക്ഷിക്കുകയാണെന്നും ആരോപിക്കുകയാണ് VD സതീശൻ ചെയ്തത്. ഒരു 50 കൊല്ലം മുമ്പിലേക്ക് കൂടി പുറയിലേക്ക് കൂടി പോട്ടെ എന്ന് അന്വേഷിക്കട്ടെ എന്ന്. ഏത് കാര്യം അന്വേഷിച്ചാലും ഇപ്പൊ സ്വർണ്ണക്കൊള്ള നടത്തിയത് മറക്കാൻ പറ്റുമോ? ഇപ്പൊ സ്വർണ്ണക്കൊള്ള നടത്തിയത് മറക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ. അതും മറക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ പറയണത്? സോണിയാഗാന്ധിയുടെ പേര് വരെ വലിച്ചയച്ച് സ്വർണ്ണക്കൊള്ള മറക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്താലും CPM നേതാക്കന്മാര് 2-3 പേര്, ബാക്കി ജീവനക്കാരടക്കം CPM അനുഭാവികളടക്കം ജയിലിൽ കിടക്കുവാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോഴും ഇനിയും പുറത്തു നിൽക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM ശ്രമിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുക. അവരിപ്പോഴും പാർട്ടിക്കാരാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും. കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ ഉള്ളവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ഏത് കാലഘട്ടത്തിലേതാണെങ്കിലും അതിന്റെ പിന്നിലുള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. UDF ഭരണകാലത്ത് ഇത്തരം കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടി രമേശ് ചെന്നിത്തല പറയുന്നു. വാജിവാഹനം പരസ്യമായാണ് തന്ത്രിക്ക് കൈമാറിയത്. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ്. UDF ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കട്ടെ. പക്ഷെ സ്വർണം കെട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഇത്തരം UDFന്റെ കാലത്താണെന്നുള്ള പ്രചരണം നടത്തുന്നത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ്. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇന്നൊരു നിർണായക നീക്കം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ നിർണായകമായ പരിശോധനാ ഫലം ഇന്ന് കോടതിയിലെത്തിയ ദിവസമാണ്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് കോടതിയിൽ ഇന്ന് എത്തിയിട്ടുള്ളത്. BSSCയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടുകളാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. സ്വർണം പൂശിയ ചെമ്പ് പാളികളുടെയും പരിശോധനാ ഫലം കൈമാറിയിട്ടുണ്ട്. ഇന്ന് സീൽ ചെയ്ത കവറിലാണ് ഈ റിപ്പോർട്ട് കോടതിയിൽ കൈമാറിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടമായി എന്നത് അറിയുന്നതിന് ഈ പരിശോധനാ ഫലം നിർണായകമാണ്. ഈ പാളികൾ മാറ്റിയതാണോ അതോ പുതിയ പാളികളിലാണോ ഇപ്പോൾ സ്വർണം പൂശിയിരിക്കുന്നത്? എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? പൂർണ്ണമായും സാധനങ്ങൾ അവിടെ നിന്ന് പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തുന്നതിൽ ഈ പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമാണോ അല്ലയോ എന്നറിയുന്നതിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ആ സീലിട്ട കവറിലുള്ളത്. അത് പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും അതിന്റെ ഉള്ളടക്കം എന്ത് എന്നത് നമുക്ക് വ്യക്തമാവുക. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിച്ച വിഷയമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്നത് നമുക്കറിയാം. ഇത്രയും ദിവസം ആരോപണ മുന ഇടത് നേതാക്കളിലും ഭരണസമിതിയിലും ഒതുങ്ങി നിൽക്കുകയായിരുന്നു.
തന്ത്രിയുടെ അറസ്റ്റോടെ നിർണായകമായിട്ടുള്ളൊരു ട്വിസ്റ്റായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. അവിടെയാണ് ഇപ്പോൾ UDF കാലത്തെ ബോർഡും ആരോപണ മുനയിലാകുന്നത്. അത് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ടാണ്. സ്വാഭാവികമായും ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കും കടക്കാനുള്ള സാധ്യതകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വർണ്ണക്കൊള്ളയുടെ റഡാറിൽ ആരൊക്കെ വരുന്നു എന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഇനി നിർണായക നീക്കങ്ങളാണ് നടക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.